ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സ്മി വൈസസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ ചേച്ചി എന്ന് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഒരു ഇച്ചിരി വൈകി പോയിട്ടോ. എൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് തോന്നുന്നുണ്ടോ? എനിക്കൊരു കിച്ച് ഫീൽ ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം വന്ന് നിൽക്കരുതായി സിറ്റ് ഔട്ടിലാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഒരു ക്വയറ്റ്നെസ് തകർക്കാൻ വേണ്ടിയാണ് തോന്നുന്നു ഞങ്ങൾ വന്നത്. അല്ലുവിൻ്റെ തുമ്പിൻ്റെ സൗണ്ടാണ് ഞാൻ ഇവിടെ പിന്നെയും കേൾക്കാറ് കേട്ടോ. അല്ലുട്ടന് സ്കൂളിൽ പോകാൻ നേരം ആകുമ്പോഴത്തേക്കും റെഡിയാക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അമ്മമ്മ അവനവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അമ്മ അവിടെ അവനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. 8 മണിയാകുമ്പോഴത്തേക്കും വണ്ടി വരും. 8:10 ഫസ്റ്റ് ബെല്ലടിക്കും. അപ്പോഴത്തേക്കും ഇവർക്ക് പോകാനാകുമ്പോഴത്തേക്കും ചോറ്, സ്നാക്സ് എല്ലാ സാധനം സെറ്റാക്കി നമ്മൾ വിടണം. ഈശ്വര, കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അമ്മ അവിടെ കിച്ചണിൽ തകർക്കുമ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കുഞ്ഞാവേൻ്റെ അടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അവന് പാലൊക്കെ കൊടുത്ത് അവനെ ബേബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബേബ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ അമ്മമാർക്ക് അവർ ആ ഒരു ഗ്യാസ് വിടുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എൻ്റെ മല്ലയ്യ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവൻ്റെ ഇത്തരം ഭാവങ്ങൾ എടുത്തു വെക്കുന്നത് എനിക്കൊരു പ്രത്യേക ആനന്ദമാണ്. അല്ലൂസിൻ്റെയൊക്കെ പണ്ടത്തെ വീഡിയോ അല്ലേ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എന്തൊക്കെയോ കോക്കറി കളിക്കുന്നതാണ് മുഖം കൊണ്ട്. അതൊക്കെ എടുത്തു വെക്കും. കാരണം അതൊക്കെ നമുക്കൊരു മെമ്മറി അല്ലേ. കുറേ കഴിയുമ്പോൾ ഇവർക്ക് തന്നെ കാണിച്ചു കൊടുക്കാമല്ലോ. ഇപ്പോഴാണെങ്കിൽ അല്ലുണി തുമ്പിനി പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇവർ വരും. അമ്മ ഇത് ഞാനാണോ, ഇത് ഏട്ടനാണോ എന്നൊക്കെ ചോദിച്ച് തുമ്പി വരും കേട്ടോ. അത് കാണാൻ അവർക്കും ഒരു പ്രത്യേക രസമാണല്ലോ. ശരിക്കും അല്ലുട്ടിൻ്റെ വീഡിയോസൊക്കെ പണ്ടത്തെ എടുത്ത് നോക്കുമ്പോൾ ഇവൻ തന്നെ കേട്ടോ. രണ്ടുപേരും കാണാൻ ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് മേർജ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യട്ടെ. അപ്പം നിങ്ങൾക്ക് തോന്നും, ചില ആംഗിളിൽ നോക്കുമ്പോൾ തുമ്പീൻ്റെ ഒരു പോലെയും തോന്നും, ചില ആംഗിൾ നോക്കുമ്പോൾ അല്ലുട്ടനെ പോലെയും തോന്നും. പിന്നെ ഇവൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇവൻ്റെ ചിരിയാണ് സാറേ ഇവൻ്റെ മെയിൻ എന്ന് പറയില്ല, അതുപോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഓരോ ചിരിയൊക്കെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് തരും. പക്ഷേ ആദ്യം തൊട്ട് ഇവനെ വയറ്റിലുള്ള സമയം തൊട്ടിട്ടേ ഇവൻ അനങ്ങുന്നതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൻ അനങ്ങൂല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോസ് അധികം കിട്ടാറില്ല. അതുപോലെ തന്നെയാണ് ഇവൻ ചിരിക്കുന്ന സമയത്ത് വേഗം ക്യാമറ ഓണാക്കി അപ്പത്തേക്കും അവൻ്റെ ചിരി അങ്ങ് നിർത്തിക്കളെ. അങ്ങനെ അമ്മ വീഡിയോ എടുക്കേണ്ടതെന്ന്. അത്തരം ഒരു വിളവനാണിവൻ. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന് കണ്ണൊക്കെ എഴുതി കഴിഞ്ഞ് കുഞ്ഞു മുഖത്ത് കണ്ണും പിരികൊക്കെ എഴുതി കഴിഞ്ഞ് കോമഡി ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടനെടുത്തിട്ടോ. അല്ലുട്ടൻ ഇങ്ങനെയായിരുന്നു. അല്ലുട്ടനും കുഞ്ഞു മുഖമായിരുന്നേ. അപ്പോൾ അതിലേക്ക് പിരികൊക്കെ എഴുതി. ഞാനിങ്ങനെ ഏറ്റവും കൂടുതൽ പിരികൊക്കെ എഴുതിയിരിക്കുന്നത് അല്ലൂസിനെയാണ്. തുമ്പിമോൾ നമ്മൾ നോർമലി പറയില്ല, പെൺകുട്ടികളുടെ കയ്യിലേക്കിട്ട് ഒഴുക്കുകയും ശരിയാക്കുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. എനിക്ക് ആദ്യം കിട്ടിയ കൺമണി ആയതുകൊണ്ട് അല്ലുട്ടനെ ഞാൻ നന്നായിട്ട് കരിയൊക്കെ എഴുതി, കണ്ണൊക്കെ എഴുതി, പൊട്ടൊക്കെ തൊട്ട് അങ്ങോട്ട് ഉഷാറാക്കി. എൻ്റെ ടിക്ടോക്ക് വീഡിയോസൊക്കെ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. പക്ഷേ തുമ്പിമോളെ ഞാൻ അധികം അങ്ങനെ കൺമഷൊന്നും വലിച്ചു വാരി എഴുതുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. വല്ലപ്പോഴും അങ്ങോട്ട് ഒരുക്കും. അധികം ആര്യയൊക്കെ ഒരുക്കുന്ന സമയത്താണ് തുമ്പീനെ കാണാൻ. തുമ്പീനെ നല്ല ഭംഗിയിൽ ഒരുക്കേണ്ടത് ആര്യട്ടോ. ആര്യയ്ക്ക് പിരിക എഴുതാനും കണ്ണെഴുതാനൊക്കെ പ്രത്യേക ഒരു കഴിവുണ്ട്. എനിക്ക് അങ്ങനെയല്ല. ഞാൻ ഒരു സൈഡ് എഴുതുമ്പോൾ മറ്റേ സൈഡ് വേറെ പോലെ ആയിപ്പോൾ കേട്ടോ. എപ്പോഴും എൻ്റെ പ്രശ്നമാണത്. അപ്പോൾ പിരിക എഴുതാനൊന്നും എനിക്ക് അത്ര വശമല്ല. എന്നാലും ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ തുമ്പീനെ ഓവറായിട്ട് എഴുതിയിട്ടില്ല. അല്ലുട്ടനായിരുന്നു ദിവസം വലിച്ചു വരി ഞാൻ എഴുതുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവനെ പോലെ കുഞ്ഞു മുഖമായതുകൊണ്ട് ഇപ്പം എന്താണ് രസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല എഴുതിയൊക്കെ നോക്കും ഞാൻ. അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ചെറുതായിട്ട് ചിരിയൊക്കെ മൂപ്പര് ഇങ്ങനെ പാസ്സാക്കിയപ്പോഴത്തേക്ക് ആ വീഡിയോ കട്ടായിപ്പോയി. പക്ഷെ നമുക്ക് ഇടയ്ക്കും തിലയ്ക്കും ഇങ്ങനെ വല്ലപ്പോഴും ഒരു ചിരിയൊക്കെ അങ്ങോട്ട് കിട്ടും വീഡിയോയിൽ. അല്ലാത്തപ്പോൾ എപ്പോഴെപ്പോഴും മൂപ്പര് തന്നുകൊണ്ടിരിക്കും. കണ്ടില്ലേ അച്ചടാ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ രാവിലെ എണീറ്റുന്ന എനിക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. രാവിലെ എണീക്കുക, അവന് പാൽ കൊടുക്കുക, പിന്നെ കിടക്കുക, വീണ്ടും എണീക്കുക, പാൽ കൊടുക്കുക. പക്ഷേ എനിക്കുണ്ടല്ലോ, നമുക്ക് ഈ കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും നന്നായിട്ടൊരു ഉറക്കം അതൊന്നും കിട്ടില്ല. കാരണം നമുക്ക് ടെൻഷനായിരിക്കും വാവേൻ്റെ കാര്യം വെച്ചിട്ട്. വാവേൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് എണീറ്റ് നോക്കുക. ഇതൊക്കെയാണ് മെയിൻ പരിപാടികൾ കേട്ടോ. അങ്ങനെ രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പിലെ ഫുഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കോഴിമുട്ട, പഴം, ഇങ്ങനത്തെ സാധനമൊക്കെ. ദൈവമേ, ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് കൊല്ലത്തിൽ എന്തോ. അല്ലോട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി. യൂണിഫോമൊക്കെ ഇട്ട് അമ്മ എന്നേട്ടം റെഡിയാക്കി കൊടുത്ത് വിടുക. യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായി. പിന്നെ ഒരു ഉമ്മയൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാലേ മോന് സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് എന്താ പറയുക, അവന് ഭയങ്കര ഇമോഷണലി എല്ലാവരുമായിട്ടും കൂടുതൽ അറ്റാച്ച്ഡ്. എനിക്ക് തുമ്പീനേക്കാളും കൂടുതൽ അല്ലുട്ടിനെ തോന്നല് കേട്ടോ. അത് തുമ്പി അങ്ങനെ അല്ലാന്നല്ല, പക്ഷെ എന്നാലും അല്ലു കുറച്ച് കൂടുതലാണ്. ഇമോഷണൽ ബോയാണ് ഞങ്ങളുടെ. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് എൻ്റെ സൗണ്ട് തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കര എന്നുള്ളൊരു സൗണ്ട് പോലെ തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോൾ അല്ലുട്ടനെ വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്ന നിപ്പ് കണ്ടോ. കണ്ടോ, തിരിച്ചു കണ്ടിട്ട് അയലിട്ട പോലെ കണ്ടോ. അതാ പറഞ്ഞപ്പോൾ തന്നെ തിരിഞ്ഞ് നിൽക്കുകയും ചെയ്ത്. എന്തീ മനുഷ്യനിങ്ങനെ. അങ്ങനെ വണ്ടി വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വണ്ടി വന്നു കഴിഞ്ഞാൽ ഓടി പിടിക്കുക അമ്മമ്മയ്ക്ക് പ്രത്യേക ഒരു ഇതാണിത്. നടക്കാനെന്ന് ആ സ്വഭാവം അല്ലുവിന് കിട്ടിയെന്ന് തോന്നുന്നു. നടക്കുന്നത് ഇഷ്ടമല്ല, ഓടണം അമ്മമ്മയ്ക്ക്. എന്തെങ്കിലും സാധനം എടുത്തിട്ട് വെച്ചാൽ ഓടിപ്പോയി എടുത്തു വരും. അതുപോലെ വണ്ടിയിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഓടിപ്പോയി വണ്ടി കയറ്റും. അങ്ങനെയാണ്, ഞങ്ങൾ ഓട്ടക്കാരാണ്.
പിന്നെ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. കുളി കഴിഞ്ഞാൽ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. ഒന്നാമത് ചൂടുവെള്ളമൊക്കെ ആണല്ലോ, എന്ന് വെച്ചിട്ട് ഓവർ ചൂടുവെള്ളം പണ്ട് അല്ലുവിനെ പ്രസവിച്ചെടുക്കുന്ന ആ സമയത്തുള്ള ചൂടുവെള്ളം പോലെയൊന്നും ഇല്ല കേട്ടോ. ആ സമയത്തായിരുന്നു തള്ളച്ച വെള്ളം കൊണ്ടേ അങ്ങോട്ട് ഒഴിക്കുക തന്നെയായിരുന്നു അമ്മമ്മേ. ഇപ്പം ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിപ്പോൾ എന്താ അമ്മ കൊണ്ട് തരുന്നതെന്നറിയോ, സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ, നമ്മളെ സിസേറിയൻ കഴിഞ്ഞ സ്റ്റിച്ച്. ആ സ്റ്റിച്ചിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ ഈർപ്പം നിൽക്കാൻ പാടില്ല. വിയർപ്പോ ഈർപ്പമോ ഒന്നും നിൽക്കരുത്, പഴുപ്പ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നല്ല ക്ലോത്ത് എടുത്തിട്ട് അയൺ ചെയ്ത് ആ ചൂടോട് കൂടിയിട്ട് കൊണ്ടുപോയി ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ വെച്ച് ഈർപ്പം വലിച്ചെടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ട് ഞാൻ ആ വൂണ്ട് നന്നായി കെയർ ചെയ്യാറുണ്ട്. ഇതുവരെ പഴുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തവണ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഒന്നാമത് നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് വയറുണ്ടെങ്കിൽ ഈ വയറ് മടങ്ങി നിൽക്കുക ഈ സ്റ്റിച്ചിൻ്റെ മുകളിലേക്കായിരിക്കും. അപ്പോൾ വേർക്കാൻ കൂടുതൽ ചാൻസാണ്. അപ്പോൾ ആ വേർപ്പിൻ്റെ അവിടെ വേർക്കാനോ അല്ലെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈർപ്പം എടുക്കുകയോ ഒക്കെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് വൈശാട്ടൻ എനിക്ക് കിട്ടിയ എന്തോ ഒരു സാധനം, ചായയോ കാപ്പിയോ ബൂസ്റ്റോ എന്തോ സാധനം, അതെടുത്ത് ടേസ്റ്റ് നോക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ എത്ര കൊടുത്താലും എനിക്ക് കിട്ടുന്നതെന്ന് കൈയിട്ട് വരില്ല, ഏട്ടൻ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ മുന്നത്തെ പ്രസവത്തിലൊക്കെ ഏട്ടൻ്റെ കൂടെ വേണമായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ അല്ലുവിനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ കെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ കുറേ മരുന്നുകൾ, അരിഷ്ടം, കഷായം, പിന്നെ തെങ്ങിൻപൂക്കിലാതി ലേഹ്യം, പിന്നെന്താ കഴിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ. പിന്നെ ഒരു ആടിനെ മുഴുക്ക തിന്നിട്ടുണ്ട് ഞാൻ. അതായത് ഓരോ പ്രാവശ്യം ഓരോരോ ഭാഗങ്ങളായിട്ട്, ആടിൻ്റെ ഊര, ആടിൻ്റെ അവിടെ, ആടിൻ്റെ ഇവിടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാനെന്താ വീപ്പക്കുറ്റി പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യം ഉണ്ടായിരുന്നു, കാരണം അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ തുമ്പമ്മയുടേത് ഡെലിവറി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സിറ്റുവേഷൻ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ മരിച്ച സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കൊന്നും ചെയ്തില്ലെങ്കിൽ പോലും മെഡിസിൻസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്തവണ സിസേറിയനും ഇത് ഉള്ളിലെ വൂണ്ടൊന്നും ഉണങ്ങാതെ നമ്മൾ കൊണ്ടുപോയിട്ട് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. തുമ്പമ്മ ഇത് അംഗനവാടി പോകാനൊക്കെ റെഡിയായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇനി അവളെയും കൂടെ കൊണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര നിശബ്ദത കേട്ടോ. പിന്നെ ആകെ ഒച്ച ഉണ്ടാക്കണ ഇടയ്ക്ക് നമ്മളെ ചെറുതെണീറ്റിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു ഒച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ തുമ്പമ്മയും പോകാനൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്ന് എൻ്റെ മുടിയൊക്കെ ഒന്ന് മുടിയൊക്കെ ഒന്ന് ഉണക്കുകയാണ്. കാരണം എനിക്ക് ഒരു സ്വഭാവമുണ്ട്, ആദ്യം തൊട്ടേ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിവെച്ചത് അങ്ങനെ തന്നെ കെട്ടിവെക്കും. എനിക്ക് എപ്പോഴും ചീത്ത വെക്കും അമ്മേൻ്റെ അടുത്ത് നിന്നൊക്കെ. അപ്പം ചീത്ത വയ്ക്കണതിന് മുമ്പേ ഞാൻ ഡീസൻ്റായിട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ തുമ്പമ്മ അതാ പോവാൻ നിൽക്കുന്നുണ്ട്. വൈശാഖനാണ് കൊണ്ടാക്കണത്. അപ്പോൾ ഞാൻ നോക്കൊരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാം കേട്ടോ. അമ്മ പൊട്ടോട്ട് അമ്മയ്ക്ക് എപ്പോഴും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞ് നീ പൊട്ടോട്ട് കൊടുക്കുന്നത്. അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് ശുന്ദരിയൊക്കെ നമ്മൾ വിടണം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അംഗനവാടി പോകാൻ വേണ്ടിയിട്ട്. അവൾ ഇവിടെ നിന്ന് ഫുഡ് കൊടുത്താലും പറയും എനിക്ക് ഇവിടുത്തെ ഫുഡ് വേണ്ട, അംഗനവാടിയിൽ നല്ല ഫുഡുണ്ട്, മോളെ ഇന്ന് അംഗനവാടി പോകണമെന്ന് വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും ആസി ടീച്ചർ പറഞ്ഞിട്ട് എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇഷ്ടമാണ് ആസി ടീച്ചറെ, അംഗനവാടി ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പോണ കാര്യത്തോളം അംഗനവാടി പോണ കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷനില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാലും ആൾ കൂളാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒന്നും ഒരു ടെൻഷനും ഇല്ല. പക്ഷേ അല്ലുട്ടൻ അങ്ങനെ അല്ലായിരുന്നു. അല്ലുട്ടൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മാങ്കാടി പോണ്ടാന്നും പറഞ്ഞ കരഞ്ഞത്. ഓൻ അങ്ങനെയാണേ. അവളെ ബാഗൊക്കെ ആയിട്ട് തുമ്പീന്ന് എഴുതിയ ബാഗൊക്കെ. അംഗനവാടിയിൽ ആർക്കും അവളെ പേരറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും തുമ്പീന്ന് കേട്ടോ വിളിക്കുക. ഞാനിട്ട് വിചാരിക്കും ഈശ്വരാനി ഇവൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ പേര് എല്ലാവരും എങ്ങനെയായിരിക്കും വിളിക്കുക എന്നുള്ളത്. തുമ്പീൻ്റെ പേര് എല്ലാവർക്കും അറിയില്ലേ, മൃണാൾ ദിന പാർത്ഥിവ് എന്നാണ് കേട്ടോ. നമ്മുടെ പഴയ അംഗനവാടി തന്നെ കേട്ടോ അവൾ പോണത്. അതായത് വൈശാഖിൻ്റെ വീടിന് തൊട്ടപ്പുറത്തുള്ള അംഗനവാടി. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരും. എന്നിട്ട് വീട്ടിൽ കുറച്ച് നേരം ഇരുന്ന് അവിടുന്ന് ചിലപ്പോൾ ഉറങ്ങുകയല്ലേ, അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പിന്നെ ഇങ്ങടേക്ക് വരിക കേട്ടോ. വൈശാഖേട്ടൻ എന്താ തുമ്പമ്മേനെ ഇപ്പം അംഗനവാടി കൊണ്ടാക്കി വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് പാലൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരിക. എനിക്ക് കുടിക്കാനുള്ള പാൽ ആടുന്ന് അമ്മ തന്നു വിടലാണേ. അപ്പോൾ ആടുന്ന് പോയി പാലൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരിക. അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് വരുമ്പം ഈച്ച ഷീറ്റിൽ ചവിട്ടി, അതാണിതാ ഈ മുഖഭാവം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി പോക്കി വൃത്തിയാക്കി വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കണ്ണെഴുതാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് എന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഒന്ന് കണ്ണെഴുതി ഒരു ലിപ് ബാമൊക്കെ ഇട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ചില ദിവസമാണ് ഇങ്ങനെ തോന്നുന്നത്. ചില ദിവസം ഞാൻ അതേപോലെ തന്നെ പോയി അവിടെ കിടക്കും. ഒന്ന് കിടന്നാൽ മതി എന്നൊക്കെ വിചാരിച്ച് അങ്ങ് പോയി അങ്ങ് കിടക്കും. ചില ദിവസം എനിക്ക് തോന്നും എന്നെ കാണാനൊരു ഗുണവും ഇല്ല, ഒരു കോലവും ഇല്ല, കുറച്ച് വൃത്തിക്കൊക്കെ നിൽക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യും. അങ്ങനെ ഞാൻ വൃത്തിക്ക് നിൽക്കുന്ന ദിവസം ഒരു ഈച്ച പോലും ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും ഞാൻ വൃത്തികേടായി നിൽക്കുന്ന ദിവസം ആരെങ്കിലും കുട്ടീനെ കാണാൻ വരും. അതൊക്കെ ഒരു കഴിവാണ്. അതുപോലെ തന്നെ അല്ലുവിനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു
നെല്ലിക്ക ഇട്ട് വെച്ച വെള്ളമല്ലേ, അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറയുമ്പോൾ എല്ലാവരും പറയും നെല്ലിക്കത്തിളം വെച്ചതല്ലേ, അങ്ങനെ വേണേൽ അങ്ങനെ വിചാരിക്കും. പക്ഷെ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ ആ വെള്ളത്തിന്. അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് വഴിക്കാണ് ഉറങ്ങിപ്പോകുന്നൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര ഒരു സുഖമാണ്. അപ്പോൾ നെല്ലിക്ക തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം എടുത്തിട്ടാണ് രാവിലെ തന്നെ തല കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം മേലൊഴിച്ച വെള്ളത്തിനെ പറ്റിക്കൊന്നും പറയാനില്ല. എൻ്റെ മക്കളെ ഞാൻ കുളിക്കുന്ന നാട്ടുകാർ മൊത്തം അറിയലുണ്ടായിരുന്നു. അമ്മാതിരി ഒച്ചപ്പാടെടുക്കലായിരുന്നു. ഞാൻ അമ്മമ്മയും കച്ചറയായിരുന്നു. കാരണം അമ്മമ്മ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് ഒഴിക്കുകയും, അമ്മമ്മയ്ക്ക് ചൂടൊന്നും അറിയില്ലേ കൈക്ക്, എനിക്ക് നന്നായി ചൂടറിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, അമ്മമ്മ എന്നെ കുറച്ചൊന്ന് വിട്ട് വെച്ചതാ. എന്താണോ എന്തോ. ഞാൻ അങ്ങനെ പറയും, ഇത്തവണ നമുക്ക് അത്തരം വലിയ വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോകേണ്ട ശിവൻകുട്ടി, ഇത്ര മതി എന്നൊക്കെ പറയും. അപ്പോൾ അമ്മമ്മ എൻ്റെ മുറിവണങ്ങാൻ കാത്തുക്കഴിഞ്ഞാൽ അയ്യോ, അമ്മമ്മ സാധാരണ ഉള്ളിച്ചോറ് ഇതൊക്കെ തരും കേട്ടോ, നെയ്യിൽ വാട്ടിയിട്ട് ഉള്ളിച്ചോറ്, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതിന് ചോറ്, അങ്ങനെ എന്തൊക്കെയോ അമ്മമ്മയുടേതായ കുറേ കൺസെപ്റ്റ് ഉണ്ട് അമ്മമ്മയ്ക്ക്. അതിപ്പോൾ ഞാൻ എത്ര പഠിച്ച് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ പറയുന്നത് ഇതുപോലെ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മമ്മ കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ അമ്മമ്മേനാണ് ഡോക്ടർ പ്രേമ എന്ന് പറയാറ്. അമ്മമ്മ പറയണതേ നടക്കുള്ളൂ, അമ്മമ്മ അതങ്ങ് ചെയ്ത് തരൂ കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ തുടങ്ങുന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് അമ്മമ്മോൻ്റെ അടുത്ത് എന്തൊക്കെയോ കഥ പറയും. ഇനിയിപ്പോൾ എൻ്റെ മുഖത്ത് മറ്റേ ഇത് വന്നില്ലേ, ചോന്ന ചെറിയ ചെറിയ റാഷസ് പോലെ, അതിന് നമ്മൾ പറയും എറിത്തിമ ടോക്സിക്കം, ഇതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ട, ഇത് തന്നെ മാറിക്കോളും അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അമ്മമ്മയ്ക്കെന്ന് വെച്ചാൽ ഈ മൊച്ചിങ്ങേൻ്റെ ഒരു ഇതുണ്ട്, അതിങ്ങനെ അരച്ച് തേക്കും, അങ്ങനെയൊക്കെയാണ് അമ്മമ്മയുടെ കൺസെപ്റ്റ് കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങൾ, ഫുൾ കോമഡിയാണ് ഞങ്ങളുടെ ഈ ഒരു എന്താ പറയുക സെക്ഷൻ തന്നെ കോമഡിയാണ്, എല്ലാത്തിലും ഉണ്ടാവും ഞങ്ങൾക്ക്. അതുപോലെ അമ്മമ്മ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഊത്തൊക്കെ ഉണ്ട്, ഊതുക, പിന്നെന്താണ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, എനിക്കറിയില്ല. ഞാനിട്ട് ഒക്കെ അമ്മമ്മേനോട് പറയും അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അപ്പോൾ അമ്മമ്മ പറയും അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെ കുറേ എന്തൊക്കെയോ പറയും. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ്, ബിക്കോസ് ഡെലിവറി കഴിഞ്ഞ പാടും, പ്രശ്ന സിസേറിയൻ കഴിഞ്ഞ പാടും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് വീണ്ടും വരും എന്ന് പറഞ്ഞതുകൊണ്ട് ആ പേടിയിൽ ഞാൻ നന്നായി വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അച്ചമ്മണ്ട്, പിന്നെ അച്ചച്ചുണ്ട്, പിന്നെ ആരാ? ഓക്കെ, അച്ചമ്മയുണ്ട്, അച്ചച്ചനുണ്ട്, പിന്നെ മുത്തച്ഛനും ഇളയമ്മയുണ്ട്, പിന്നെ ആരാ? റീനമ്മണ്ട്, പിന്നെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ താട്ടനില്ലേ? താട്ടുണ്ട്, പിന്നെ പുതിയൊരു ഗസ്റ്റ് വന്നില്ല വീട്ടില്, അതാരാ? വേറൊരു വാവയും കൂടി വന്നിട്ടുണ്ടല്ലോ. അമ്മേന്റെ കുമ്പേല വാവൻ എന്താ വിളിക്കുന്നത്? ചുട്ടൻ. ഗുഡ്, കീച്ചുട്ടൻ. എല്ലാരും ഒക്കെ ഒരു ക്ലാപ്പ് കൊടുക്കി. പേരിട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കിച്ചുട്ടെന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? ഓക്കേ, നല്ല കുട്ടിയാണ്. ഓള് വൃത്തിക്ക് പറഞ്ഞല്ലോ ഓളെ വീട്ടിലുള്ള പേരൊക്കെ. അല്ലോട്ടന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ടീച്ചർ അയച്ചെന്നാണ് കേട്ടോ. ആക്ച്വലി ഇവർ പോയി കഴിഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള ടെൻഷൻ തന്നെയല്ലേ നമുക്ക് വീട്ടിലുള്ളവർക്ക്. കാരണം അയ്യോ മക്കൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ, ഇപ്പം അല്ലെങ്കിൽ മക്കൾ നന്നായി കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കളിച്ചടിയും വീഴുന്നുണ്ടോ തുടങ്ങിയിട്ട് ഓരോ ടെൻഷനായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും പാടിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. ഇവരെല്ലാവരും ചുറ്റിലിരുന്ന് ഇങ്ങനെ കഥ പറയും. അന്നേരം ഞാൻ അപ്പുറത്തിരുന്നിട്ട് എന്താ പരിപാടിയും, നമ്മുടെ സെക്കന് പാല് കൊടുക്കുകയാണ്. അപ്പോൾ സെക്കൻ പാല് കുടിക്കും, ഇടയ്ക്ക് ഇവൻ്റെ ബോധം പോകും. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, നിനക്ക് ഞാൻ വേറെ എന്തെങ്കിലും ആണോ അവിടെ കലക്കി തരുന്നത്, ഇതല്ലേ തരുന്നത്, നിനക്ക് എന്താ ഈ ബോധം പോക്കുന്നത്? ഇടയ്ക്ക് മൂപ്പരെ ബോധം പോയി മൂപ്പര് കുടിക്കുന്നതെന്നൊക്കെ അങ്ങോട്ട് മറന്ന് അങ്ങനെ ഉറങ്ങിപ്പോവും. പിന്നെ ഞാൻ വിളിച്ചെണീപ്പിക്കുമ്പോൾ വീണ്ടും എണീറ്റ് കുടിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇവനൊരു കുടിയനാണോ എന്ന് വെച്ചാൽ ഒരു കുടിയനാണ്, പക്ഷേ മടിയനാണോ എന്ന് വെച്ചാൽ അതെ അവനൊരു മടിയനാണ്. പിന്നെ ഞാൻ അവനെ ബേബ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ് നിൽക്കുക കേട്ടോ. ഈ കാല് താത്തി വെക്കുന്ന പരിപാടി മൂപ്പർക്കില്ല. കാല് പിന്നെ അധികം വലിച്ചതാക്കാൻ എനിക്കൊരു പേടിയുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് തട്ടും. കാരണം ഇവ കണ്ടോ, ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാലും പിന്നെ ഇതാ തവളക്കുട്ടി കയറി വരുമ്പോൾ ഇങ്ങനെ കയറി വരും കേട്ടോ. പിന്നെ എനിക്ക് ആദ്യം തൊട്ടിട്ടേ കുഞ്ഞുങ്ങളെ എടുക്കുന്ന കാര്യത്തിലും അങ്ങനത്തെ പേടികളും കാര്യങ്ങളൊന്നുമില്ല. മേ ബി ഞാൻ ഇപ്പോൾ നമുക്ക് പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം ഈ ലേബർ റൂമിൽ നിന്ന് ഡോക്ടേഴ്സ് കുട്ടികളെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതും ചെയ്യണതും കാണുമ്പോൾ നമുക്ക് ആ പേടി അങ്ങോട്ട് പോകും. കാരണം നമ്മളും അതുപോലെ ട്രെയിൻഡ് ആവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പേടിയും കാര്യങ്ങളും, അതായത് അവർക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ഒറ്റ കൈ കൊണ്ടാണെങ്കിൽ അവരെ എടുക്കാനും കാര്യങ്ങളൊക്കെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ പോസ്റ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം തൊട്ട് ഇപ്പോൾ അല്ലുവിനെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ടിട്ടേ എനിക്ക് കുഞ്ഞുങ്ങളെടുക്കാനുള്ള കാര്യങ്ങൾക്കൊന്നും പേടിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ കുട്ടിയല്ലേ, ഇപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ വൈശാഖേട്ടനെ എന്നാണ് അത് പ്രതീക്ഷിച്ചത്, പക്ഷേ മൂപ്പർക്കും പേടിയൊന്നുമില്ല എന്നിപ്പോൾ മനസ്സിലായി.
അങ്ങനെ റാപ്പർ വൈശാഖ് വീണ്ടും റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെ ഇത് അൺറാപ്പ് ആയിട്ടുണ്ട് അപ്പോഴൊക്കെ വൈശാഖ് ഏട്ടാ എന്ന് പറയും, ഓ വരിക എന്ന് പറയും, എന്നിട്ട് വന്ന് റാപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ ഏട്ടൻ റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് അതുപോലെ തന്നെ അങ്ങ് നിന്നോളും. അതായത് ഇവന് ഇഷ്ടമല്ല ഇങ്ങനെ റാപ്പ് ചെയ്ത് കിടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര ഡിസ്കംഫർട്ട് എനിക്ക് തന്നെ കാണുമ്പോൾ അയ്യോ നമ്മളെ കയ്യും കാലും ഇങ്ങനെയൊക്കെ പിടിച്ച് കൂട്ടിയിട്ടാലും നമുക്ക് ഇഷ്ടമാവും എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ചെയ്തേ പറ്റൂ, ഡോക്ടർ എന്തായാലും ചെയ്യണം, ഇവനധികം തണുപ്പ് കൊള്ളിക്കേണ്ട, കുറച്ച് ഒരു 28 വരെയെങ്കിലും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ റാപ്പ് ചെയ്തിട്ടായിരുന്നു കുഞ്ഞിനെ വെച്ചിട്ടുണ്ടായിരുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം അമ്മമ്മ എന്നെ എപ്പോഴും ചീത്ത പറയും, അവന് കയ്യും കാലും ഒക്കെ ഇട്ട് അടിക്കണ്ടേ, നീ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുകയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അമ്മമ്മ ഞാനും അതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അടിയുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അമ്മമ്മയെ റാപ്പ് ചെയ്ത് വെക്കണം, ഇന്ന് നന്നായിട്ട് ചൂട് തട്ടണം, അവൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ശരിയാവാനുണ്ട്, കാരണം കുറച്ച് ദിവസം നേരത്തെ നമ്മൾ പ്രസവിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് വേണം എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും അമ്മമ്മ സമ്മതിക്കില്ല. അമ്മ പറയും കുട്ടനാമ്മ കയ്യും കാലോട്ട് അടിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറയും കേട്ടോ. പിന്നെ നമ്മളിത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നു. സോയാബീൻ വറുത്തതും ഉപ്പേരിയും കറിയും ഒക്കെ കൂടി ആയിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3:30 ആകുമ്പം നമ്മളെ അല്ലുട്ടൻ വന്നിട്ടോ. അല്ലുട്ടന് കുട പിടിച്ച അമ്മമ്മ അതോ വയ്യാൽ ഓടി വരുന്ന എൻ്റെ അമ്മയല്ല അവൻ്റെ അമ്മമ്മ. അല്ലുട്ടന് സ്കൂളിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവന് എന്തൊക്കെ സ്കൂളിൽ നടന്നു, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവനെ ഏതൊക്കെ ഡിറ്റേഷൻ ഇട്ടോ, ബുക്കിൽ എന്തൊക്കെ എഴുതിച്ചു, എന്തൊക്കെ ഹോംവർക്ക് ഉണ്ട്, പിന്നെ അവൻ ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അതിപ്പോൾ നമ്മുടെ നിർബന്ധമല്ല, അത് അവൻ്റെ നിർബന്ധമാണ്. ഓടി വന്ന ആ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ മൂപ്പർക്കൊരു സമാധാനമാവുള്ളൂ. പിന്നെ വേഗം നേരെ പോയി മേല് കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അവന് വാവേനെ ഒന്ന് തൊടണം, കളിപ്പിക്കണം. അത് നിർബന്ധം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വരവാണ് ഈ വരവ്. ഗൈസ് 1ാം ക്ലാസ്സിലെത്തി ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് ഉച്ചയ്ക്ക് ടീച്ചർ വിളിച്ച് പറഞ്ഞാണ് ധ്രുവ് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന്. എന്താ ചെയ്യണ്ടേ? ഞാൻ ആരും വാരി തരുമല്ലോ, ഒറ്റയ്ക്ക് തിന്നുകൊണ്ട് കേട്ടോ കേട്ടോ. ആ ഇപ്പൊ ലഞ്ച് കൊണ്ടുകൊണ്ട് ഒന്നും കഴിക്കാതെ നമ്മൾ പോണ്ട്, എല്ലായിടത്തും പോണ്ട് തന്നെ, എല്ലായിടത്തും കൊണ്ടുപോവാ കേട്ടോ. ചോറൊന്നും ഒറ്റയ്ക്ക് കഴിക്കാതെ പിന്നെ ഇത്രയും വലിയ കുട്ടിയായിട്ട് എവിടെയും പോണില്ല ധ്രുവപ്രതിവേ. നമ്മൾ ഈ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തുമ്പമ്മ വന്നിട്ടുണ്ട്. തുമ്പി അംഗനവാടിയിൽ നിന്ന് അവളെ അച്ചച്ചൻ കൂട്ടി, അതായത് പാച്ചച്ചൻ കൂട്ടി വീട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവൾ ആടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആലസ്യത്തിലാണ് കേട്ടോ കുട്ടി. ഇവളങ്ങനെ പോകണോണ്ട് ദിവസവും അച്ഛനും അമ്മയ്ക്കും ഇവളെ കാണാൻ പറ്റും. അല്ലുട്ടനെയാണ് എന്നും കാണാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും ഇടയ്ക്കും തലയ്ക്കും അമ്മയും അച്ഛനും വന്ന് മക്കളൊക്കെ കണ്ടിട്ട് പോകൂട്ടോ. പിന്നെ പോയി വന്ന കഥ പറച്ചിലും കാര്യങ്ങളാണ്. അവളോളം അമ്മമ്മേൻ്റെ അടുത്ത് കൊഞ്ചാണ് ഗൈസ്. ഇപ്പോൾ ഭയങ്കര കൊഞ്ചിക്കുട്ടിയായിട്ടുണ്ട് തുമ്പമ്മ. അപ്പോൾ ഇനി എൻ്റെ ദൈവമേ എനിക്കറിയില്ല, അമ്മ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിൽ സങ്കടമാവാൻ പോണത് ഇവർക്ക് 2 പേർക്കും എനിക്ക് അല്ലും തുമ്പി കേട്ടോ. എനിക്കില്ലാന്നല്ല അമ്മയെ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. പക്ഷേ എന്താ പറയുക, എന്നെക്കാളും കുറച്ചുകൂടെ എനിക്ക് ഇവർ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ എനിക്ക് ആ കാര്യം ഭയങ്കര ടെൻഷനാണ്. ബേബി ചെയ്യണ സമയത്ത് പിന്നാമ്പുറത്ത് വന്നിട്ട് കുട്ടീനെ കോക്കറി കാണിക്കുന്ന സ്വഭാവം വൈശാഖേട്ടനുണ്ട്. പിന്നെ അതിൽ എനിക്കൊരു ഉപകാരമാണ്, കാരണം കുഞ്ഞിൻ്റെ മൂക്ക് അടഞ്ഞു പോകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ബാക്കിൽ ഒരാളുള്ള നല്ലതാണല്ലോ. ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നത് ഇത്തരം, അതായത് പാല് തരിപ്പ് പോയി, തൊണ്ടയിൽ കുടുങ്ങി, ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ. അങ്ങനത്തെയൊക്കെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. മേലേക്കോ ബൈ ബൈ മോളെ മേല് കഴുകി വേഗം വരൂ, കളിച്ചു വരാം. ബൈ ബൈ ചേട്ടാ പറയും. നീ എന്നെ കൂട്ടാതെ കളിക്കാൻ പോകൂടാ എന്നാണ് അവൻ ചോദിക്കുന്നത്. ബൈ കളിക്കാൻ മോളെ വേഗം മേല് കഴുകി വാ, വാവ വിളിക്കണ്ടേ. വാ കളിക്കാൻ പോവാ, വലുതായിട്ട് നമുക്ക് കളിക്കാൻ പോവേ. പട കിടന്നോട്ടോ, കളിക്കാൻ പോവാണേ. ഓക്കെ ഏട്ടാ. കളിക്കാൻ പോവല്ല, കുളിക്കാൻ പോവാ. പോയി മേലൊഴുകി വരൂ വേഗം. മതി തൊടല്ലേ, മേലൊഴുകി വന്നിട്ട് തൊട്. എല്ലാവരും കളിക്കാൻ പോയി, ഈ ഇങ്ങനെ ഇവിടെ കിടന്നോ, അതാ വരുന്ന അടുത്തത്. അല്ലുട്ടൻ എന്ത് പറഞ്ഞോ അത് തുമ്പമ്മയും അതേപോലെ റിപ്പീറ്റ് ചെയ്യും. ഓൻ എന്ത് ചെയ്തോ അതുപോലെ തന്നെ ചെയ്യട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഈ ചങ്ങായും പിന്നാലെ പോകാൻ മതി. അപ്പോൾ അല്ലുട്ടൻ്റെയും തുമ്പീൻ്റെയും വർത്തമാനം പറയലൊക്കെ കഴിഞ്ഞ് വൈശാട്ടൻ വന്ന് വീണ്ടും നമ്മൾ റാപ്പിംഗ് സെഷൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇവനാണെങ്കിലുണ്ടല്ലോ എത്ര നമ്മൾ തല നേരെ വെച്ചിട്ടുണ്ടെങ്കിലും ചെരിഞ്ഞിങ്ങനെ വരും കേട്ടോ. അവൻ ചെരിഞ്ഞ് കിടക്കാൻ എന്നെ ഇഷ്ടമുള്ളൂ. കണ്ടോ,
പിന്നെയും ഇങ്ങോട്ട് വരും. പിന്നെ ഇപ്പോൾ പാൽ കൊടുത്ത് കിടത്തിയതാണെങ്കിലും കയ്യോ തുണിയോ എന്തെങ്കിലും കിട്ടിയാൽ ഓൻ്റെ വിചാരം പാൽ കുടിക്കാനാവും. പിന്നെ ഇതാ വരുന്ന കണ്ടില്ലേ, ഇതെൻ്റെ പരിപാടി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അച്ഛനും 3 മക്കളും കൂടെ ഇതാ പോകുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറഞ്ഞ സമയം എനിക്കങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാറുള്ളൂ. ബാക്കിയുള്ള സമയം എന്താ ചെയ്യുന്നതെന്നല്ല, എനിക്ക് ഉറങ്ങണം, ഉറക്കം വരിക, പിന്നെ അങ്ങനെ റെസ്റ്റ് എടുത്ത് അങ്ങനെ അവിടെ കിടക്കും. അപ്പോൾ അമ്മച്ചനടുത്ത് കൊണ്ടുപോയി കുറച്ച് നേരം കിടത്തിയതാ. അതിൻ്റെ ഇടയിൽ ഇവർ ചെണ്ടയൊക്കെ കൊണ്ടുവന്ന് കുട്ടിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊരു അപ്പോൾ അത് അവിടെ കളിയും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഓന് വന്ന് വീണ്ടും പാലൊക്കെ കൊടുത്ത് ഇവിടെ കിടത്തി ഉറക്കിയിട്ടാ. ഇവരില്ലേ പകൽ ഉറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആ സമയത്ത് നമ്മൾ പാല് കുടിക്കാൻ വിളിച്ചാൽ പോലും അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എണീക്കാനൊക്കെ കേട്ടോ. ഓർക്കാനും വേണ്ടി പാല് കുടിക്കുന്ന പോലെയൊക്കെയാണ്. പക്ഷേ രാത്രിയാകുമ്പോൾ മൂപ്പര് പരിപാടി തുടങ്ങും. വേറൊന്നുമല്ല, അവന് കുടിക്കണം. അതുപോലെ ഓനിടയ്ക്ക് അങ്ങനെ സൈലൻ്റ് ആയിട്ട് ഉറങ്ങൂല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പേടിച്ചിട്ട് ഞാൻ എനിക്ക് മേലേക്ക് ഉറങ്ങാനേ പറ്റില്ല. ഉറക്കത്തുനിന്ന് വീണ്ടും ഇങ്ങനെ എണീറ്റ് നോക്കിക്കൊണ്ടേയിരിക്കും. ഓനെന്താ പ്രശ്നം, അല്ലെ എന്താ അങ്ങനെ ഒച്ച ഉണ്ടാക്കണേ, ലൈക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് രാത്രി മേലേക്ക് ഉറങ്ങാനേ പറ്റാറില്ല. ഒരു സൗണ്ട് സ്ലീപ്പ് പോയിട്ട് നോർമൽ സ്ലീപ്പ് പോലും എനിക്ക് മേലേക്ക് പറ്റാറില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഓൻ ഉറങ്ങിയ സമയം ഞാനിവിടെ വന്ന് കിടക്കുമ്പോൾ തുമ്പമ്മയും വന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓളും വ്ളോഗ് എടുക്കുകയാണ്, ഞാനും വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ കഥ പറയും അതിൻ്റെ ഇടയിൽ കൂടെ. ഇങ്ങനെ വല്ലപ്പോഴും ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കളിക്കുന്നുള്ളൂ കേട്ടോ. ഫുൾ ടൈം ഓളോളം അമ്മമ്മേൻ്റെ വയ്യാൽ തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറയലുണ്ട് ഫുൾ അമ്മമ്മ മതിയില്ലേ, അപ്പം അമ്മേനെ വേണ്ടല്ലേ എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ വേഗം വരും കേട്ടോ. എനിക്ക് ഞാൻ പിണങ്ങുമോ എന്നൊക്കെ ഒരു ടെൻഷൻ തന്നെയാണ്. രാത്രി ആയപ്പോൾ ഇതാ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. കപ്പയും ചിക്കനും ചോറും ഒക്കെ ആയിരുന്നേ. ഞാനിപ്പോൾ കുശാലായിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി ഷുഗർ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. തുമ്പിമോള് വന്നിട്ടുണ്ട്. തുമ്പിമോളെ വാവ ഇതാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. തുമ്പിമോൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. തുമ്പിമോൾക്ക് ഇഷ്ടല്ലേ വാവേനെ? എൻ്റെ പേരെന്താ മോളെ? പേരിട്ടില്ല ഗൈസ്. അങ്കമാടി പോയപ്പോ കാശിയോ? കാശിന്ന് ഇഷ്ടായി. നമുക്ക് കാശിന്ന് ഇട്ടാലോ ഗൈസ്? നിങ്ങളെന്ത് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചങ്ങായിക്ക് ഇഷ്ടമായില്ലേ? എനിക്ക് ഇഷ്ടമായോടാ കാശി എന്ന് പറയുന്നത്? മുടി തട്ടല്ലേ പൊന്നുമണിയെ? അവിടെ ഉമ്മടുത്തോളൂ. ഇവളല്ല, ഇവൻ ചേച്ചിനോട് പറയാ കണ്ണിന് മുടിയാവണ്ട ചേച്ചി, എന്തിനാ അങ്ങനെ പറയാ? കണ്ണില് മുടിയാവുന്നുണ്ട് ചേച്ചിയേന്ന് മോൻ പറഞ്ഞത്. ഓക്ക് അതാ ഓൻ ചിരിക്കുന്നതാ. ഇവളെന്തൊക്കെയാ ഈ പറയുന്നതെന്ന്. നീ ഇവളെ സഹിച്ചേ പറ്റൂ. ഇതാണ് നിന്റെ ചേച്ചി പെണ്ണ്. ഓ, അമ്മേൻ്റെ കുട്ടിക്ക് തരും. നോക്ക്, ഇതാണ് നിന്റെ ചേച്ചി, തുമ്പി ചേച്ചി. നീ ഇവളെ സഹിച്ചേ പറ്റൂ. നീയും നിന്റെ ചേട്ടൻ അല്ലൂസും കൂടെ വേണം തുമ്പി ചേച്ചീനെ നോക്കാൻ കേട്ടോ. നിന്റെ കളിയൊന്നും നടക്കൂല. 2 ആങ്ങളമാരയക്കുന്നു മോളെ. കുടിക്കാനല്ല കാശിന്ന് വിളിക്കാന്ന്. കാശി നമുക്ക് എല്ലാവരോടും ചോദിച്ചേക്കാം, കാശിന്ന് വിളിക്കണോന്ന് അല്ലെങ്കിൽ വിച്ചുന്ന് വിളിക്കണോ? ലല്ലു വേണ്ട, കാരണം അല്ലോ എന്ന് വിളിക്കുക. ലല്ലോ എന്ന് വിളിക്കുമ്പോൾ ആരെയാന്ന് മനസ്സിലാവാൻ അമ്മയ്ക്ക് വരെ ചീത്ത അറിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവേ. അമ്മ നേരത്തെ പറഞ്ഞത് കാശി 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 കാശിന്ന് വിളിച്ചാലോ? നമുക്ക് പിന്നെ കാശി തന്നെ വിളിച്ചാലോ? എന്താ ചെയ്യ? ചേച്ചിക്ക് അതാണ് ഇഷ്ടമായത്. അമ്മ അങ്ങനെ തല അങ്ങനെ പിടിച്ചതേ മോളെ. കുഞ്ഞു വാവയല്ലേ, അപ്പൊ തല തൊടരുത് കേട്ടോ. ആ, വലുതായിട്ട് തൊട്ടോ. ദൈവമേന്ന് ദൈവമേ. ഇപ്പൊ കുടിച്ചിട്ടേ ഉള്ളൂ. വേണ്ട വേണ്ട, ആ ബൂസ്റ്റ് അമ്മമ്മ തണിക്കുക. ഇതാ കണ്ടോ? എന്ത് എന്താ വിചാരിച്ചാല് പെൻസിൽ വാങ്ങിച്ചില്ല, ഒരു സ്റ്റേഷും വാങ്ങിച്ചിട്ടില്ല. ഇതൊക്കെയോ പറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ രാത്രിയിലെ പരിപാടികൾ. ഇനി നമ്മൾ ഈ കുഞ്ഞിച്ചക്കൻ എങ്ങനെയെങ്കിലും ഉറക്കിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഉറങ്ങാനുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെയും എണീക്കണം, പിന്നെയും വലമെടുക്കണം, പിന്നെയും എണീക്കണം, പിന്നെയും വലമെടുക്കണം. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ വെച്ച് രാവിലെ വരെ അങ്ങോട്ട് നേരെ വെളുപ്പിക്കും ഞങ്ങൾ. അന്നേരം തുമ്പി അമ്മമ്മ അപ്പുറത്ത് കണ്ടിട്ട് ഉറങ്ങും. എന്നല്ലേ കള്ള ബെടുവാസ്. ഇപ്രാവശ്യത്തെ അങ്ങനല്ല, ഇപ്രാവശ്യത്തെ ഡെലിവറിയിൽ മാത്രമാണ് അമ്മ രക്ഷപ്പെട്ടത്.
ബാക്കി 2 അമ്മേനെ ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഏട്ടനുള്ളത് കൊണ്ട് അമ്മ ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാനും നിൻ്റെ അച്ഛനും കൂടെ ഇവൻ്റെ കൂടെ തെയ്താകുക. പക്ഷെ ഇവൻ പാവാണ് കേട്ടോ. അവൻ കരഞ്ഞൊന്നും വലിയ കച്ചറൊന്നും ഉണ്ടാക്കല്ല അല്ലേ. ഇവൻ എണീക്കോ ഒരിച്ചിരി ഇങ്ങനെ കരയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പാല് കൊടുക്കും. അത് കഴിഞ്ഞ് അങ്ങനെയാക്കും. അങ്ങനെയാവുള്ളൂ. അല്ലാതെ അവൻ പാവാണ് ഗൈസ്. തുമ്പിയും പാവാണ് ഗൈസ്. തുമ്പി ചിരിച്ചാലൊക്കെ എന്ത് രസാ. ചിരിക്കും മോളെ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മെല്ലെ മെല്ലെ. എന്താ ഇവള് മെല്ലെ മെല്ലെ കുഞ്ഞേ. അത് മൈക്കല്ല, കുട്ടീൻ്റെ കയ്യാണ്. ഈശ്വരാ ഞാൻ എന്ത് ചെയ്യൂ. എന്താ മോന്തൊക്കെ എങ്ങനെ വെച്ചേ? ഉറങ്ങാൻ സമ്മതിക്കൂലേ ഇവള്. ഉറങ്ങിക്കോളിട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ശ്യാമന്റെ ഒറ്റ മണി. എല്ലാവരും നമ്മളെ ചാനല് കൂട്ടണോ? സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. കുറച്ച് ദിവസമായി കുട്ടിക്ക് ഫ്ലോ പോയിട്ട് ബട്ടൺ ഇടുക. പ്ലേ ബട്ടൺ അല്ല, പ്ലേ ബട്ടൺ എന്തായിരുന്നു അമ്മയ്ക്ക് മറന്നല്ലോ. പ്ലേ ബട്ടൺ അല്ലടി, ബെൽ ബട്ടൺ. റീന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാ. ഏത് സ്ഥലത്താണ് ഞാനിവിടെ എത്തിയത്? ഈശ്വരന്മാരെ ഞാൻ പെട്ടുന്ന്. മതി. ഓ എത്ര എണ്ണത്തിനെ ഞാൻ സഹിക്കേണ്ടതെന്നാണ് ഇവൻ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണാതെ പഠിച്ചനെ. ബായ്. ഇവിടെ അല്ലൂട്ടൻ ഉറങ്ങാണ് കേട്ടോ, അതുകൊണ്ടാണ് മൂപ്പരില്ലാത്തത്. ബൈ.